ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റിലെ ഒരു പോയമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയമിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാലോ. അപ്പോൾ എന്താണ് പോയത്തിൻ്റെ പേര്? നേച്ചർ സ്പീക്സ് ടു മീ. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയാണ് അല്ലേ. നേച്ചർ പ്രകൃതി, സ്പീക്സ് ടു മീ നേച്ചർ പ്രകൃതി നമ്മളോട് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ് ഈ ഒരു പോയത്തിൽ ഉള്ളത്. അപ്പം നമുക്കൊന്ന് നോക്കാമല്ലോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്തായാലും ആദ്യം ഈ ഒരു പോയം ഒന്ന് വായിച്ചു നോക്കാം. The beauty of the trees, the softness of the air, the fragrance of the grass speaks to me. The summit of the mountain, the thunder of the sky, the rhythm of the sea speaks to me. The faintness of the stars, the freshness of the morning, the dewdrop on the flower speaks to me. ആരാ എഴുതിയിട്ടുള്ളത്? ചീഫ് ഡാൻ ജോർജ് എന്ന് പറയുന്ന ഒരു പോയിട്ട് എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പോയം ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നേച്ചർ സ്പീക്സ് ടു മീ, അതാണ് നമ്മുടെ പോയത്തിൻ്റെ പേര്. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി അല്ലേ. നമുക്ക് നോക്കാം. ദ ബ്യൂട്ടി ഓഫ് ദി ട്രീസ്. ട്രീസ് എന്ന് പറഞ്ഞാൽ മരമാണല്ലേ, മരങ്ങളാണ്. ബ്യൂട്ടി എന്ന് പറഞ്ഞാലോ സൗന്ദര്യമാണ്. ഏതൊക്കെ രീതിയിലൂടെയാണ് പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പോയത്തിലുള്ളത്. അതാണ് നമ്മുടെ പോയത്തിൻ്റെ ഹെഡ്ലൈനും വരുന്നത്. നേച്ചർ സ്പീക്സ് ടു മീ. പ്രകൃതി നമ്മളോട് എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? ദ ബ്യൂട്ടി ഓഫ് ദി ട്രീസ് എങ്ങനെയാണ്? മരത്തിൻ്റെ സൗന്ദര്യത്തിലൂടെ അല്ലേ, ബ്യൂട്ടിയിലൂടെ സംസാരിക്കുന്നുണ്ട്. ദ സോഫ്റ്റ്നെസ് ഓഫ് ദി എയർ. എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വായുവാണ് അല്ലേ. അതുപോലെ തന്നെ സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃദുവായിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള വായുവിൻ്റെ ആ ഒരു മൃദുലതയോട് കൂടി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ദ ഫ്രാഗ്രൻസ് ഓഫ് ദി ഗ്രാസ്. ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ലാണ്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മെല്ല് അല്ലേ, മണമൊക്കെയാണ്. അപ്പോൾ എന്താണ്? ഗ്രാസിൻ്റെ ഒരു ഫ്രാഗ്രൻസിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. കണ്ടോ എന്തൊക്കെയാണ് പറയുന്നത്? മരത്തിൻ്റെ സൗന്ദര്യത്തിലൂടെ, അതുപോലെ തന്നെ എയറിൻ്റെ ആ ഒരു മൃദുലതയോട് കൂടിയിട്ട്, പിന്നെയോ ഗ്രാസിൻ്റെ ഫ്രാഗ്രൻസ് അല്ലേ, മണത്തോട് കൂടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പീക്സ് ടു മീ, നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആര് സംസാരിക്കുന്നുണ്ട്? നേച്ചർ, പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പിന്നെയോ ദ സമ്മിറ്റ് ഓഫ് ദി മൗണ്ടെയിൻ, ദ തണ്ടർ ഓഫ് ദി സ്കൈ, ദ റിതം ഓഫ് ദി സീ സ്പീക്സ് ടു മീ. പിന്നെ എന്താ പറയുന്നത്? ദ സമ്മിറ്റ് ഓഫ് ദി മൗണ്ടെയിൻ. മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതമാണ് അല്ലേ. സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം, ഏറ്റവും ഉയർന്ന ഭാഗത്തിനെയൊക്കെയാണ് പറയുന്നത്. അപ്പം മൗണ്ടെയിൻ്റെ ആ ഒരു ഉയർന്ന മുകൾ ഭാഗത്തിലൂടെ, ഉയർന്നൊരു ഭാഗത്തിലൂടെ. പിന്നെയോ ദ തണ്ടർ ഓഫ് ദി സ്കൈ. സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം. തണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടിമുഴക്കത്തിനെയൊക്കെയാണ്, ആ ഒരു സൗണ്ടിനെയൊക്കെയാണ് തണ്ടർ എന്ന് പറയുന്നത്, ഇടിയാണ്. ദ തണ്ടർ ഓഫ് ദി സ്കൈ, ആകാശത്തിലെ ഇടിമുഴക്കത്തിലൂടെ. ദ റിതം ഓഫ് ദി സീ. സീ എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ. റിതം എന്ന് പറഞ്ഞാൽ താളമാണ്. കടലിൻ്റെ ആ ഒരു താളത്തിലൂടെ, ആ ഒരു റിതമിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സ്പീക്സ് ടു മീ, നമ്മളോട് സംസാരിക്കുന്നത്. ആര് സംസാരിക്കുന്നത്? നേച്ചർ അല്ലേ, പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? പർവ്വതത്തിൻ്റെ ഉയർന്ന ഒരു ഭാഗത്തിലൂടെ, പിന്നെയോ ആകാശത്തിലെ ഇടിമുഴക്കങ്ങളിലൂടെ, കടലിൻ്റെ താളങ്ങളിലൂടെയൊക്കെയാണ് നമ്മളോട് പ്രകൃതി സംസാരിക്കുന്നത്. പിന്നെയോ the faintness of the stars, the freshness of the morning, the dewdrop on the flower speaks to me. എന്താ പറയുന്നത്? ഫെയിൻറ്റ്നെസ്. ഫെയിൻറ്റ്നെസ് എന്ന് പറഞ്ഞാൽ മങ്ങുക എന്നുള്ളതാണ് കേട്ടോ, മങ്ങലാണ്. എന്തിൻ്റെ? ഓഫ് ദി സ്റ്റാർസ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർസ് ഇല്ലേ, ഇങ്ങനെ മിന്നി തിളങ്ങിക്കൊണ്ട് നിൽക്കില്ല, ഇങ്ങനെ മങ്ങി കളിക്കുക ചെയ്യുക അല്ലേ. മിന്നി ഒന്ന് പിന്നെ മങ്ങി, അങ്ങനെ അങ്ങനെ മിന്നി നിൽക്കുന്നതിനെയാണ് ഇവിടെ ഫെയിൻറ്റ്നെസ്, മങ്ങൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ആ വേർഡിൻ്റെ മീനിങ്. അപ്പോൾ സ്റ്റാർസിൻ്റെ, നക്ഷത്രങ്ങളുടെ ആ ഒരു മിന്നി തിളക്കത്തിലൂടെ. അതുപോലെ ദ ഫ്രഷ്നെസ് ഓഫ് ദി മോർണിംഗ്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ, പ്രഭാതമാണ് അല്ലേ. ഫ്രഷ്നെസ് എന്ന് പറഞ്ഞാൽ പുതുമ, രാവിലെ പ്രഭാതത്തിലെ ആ ഒരു പുതുമയിലൂടെ. ദ ഡ്യൂ ഡ്രോപ്പ് ഓൺ ദി ഫ്ലവർ. ഫ്ലവറിലെ, പൂക്കളിലുള്ള ഡ്യൂ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞുതുള്ളികളാണ്. പൂക്കളിൽ ഉണ്ടാവുന്ന ആ മഞ്ഞുതുള്ളികളിലൂടെ സ്പീക്സ് ടു മീ, എന്നോട് സംസാരിക്കുന്നുണ്ട് എന്നാണ് എന്ത് പറയുന്നത്? ആരോടാണ്? നേച്ചർ നമ്മളോട് സംസാരിക്കുന്നത് അല്ലേ, കവിയോട് സംസാരിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. ആരെഴുതിയിട്ടുള്ള പോയമാണ്? ചീഫ് ഡാൻ ജോർജ് എന്ന് പറയുന്ന പോയിട്ട് എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പോയമാണ് അല്ലേ. നേച്ചർ നമ്മളോട് ഏതൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കിയാലോ.
നേച്ചർ സ്പീക്സ് ടു മീ എങ്ങനെയൊക്കെയാണ്? ദ ബ്യൂട്ടി ഓഫ് ദി ട്രീസ് മരങ്ങളുടെ സൗന്ദര്യത്തിലൂടെ, അതുപോലെ ദ സോഫ്റ്റ്നെസ് ഓഫ് ദി എയർ എയറിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സിലൂടെ, ദ ഫ്രാഗ്രൻസ് ഓഫ് ദി ഗ്രാസിൻ്റെ പുല്ലിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസിലൂടെ അല്ലേ, ആ ഒരു സ്മെല്ലിലൂടെ, പിന്നെയോ ദ സമ്മിറ്റ് ഓഫ് ദ മൗണ്ടെയിൻ പർവ്വതങ്ങളുടെ ആ ഒരു സമ്മിറ്റായിട്ടുള്ള അല്ലേ ഉയർന്ന ഒരു ഭാഗത്തിലൂടെ അല്ലെങ്കിൽ മുകൾ ഭാഗത്തിലൂടെ ശിഖരത്തിലൂടെ, ദ തണ്ടർ ഓഫ് ദി സ്കൈ ആകാശത്തിലെ ഇടിമുഴക്കത്തിലൂടെ, ദ റിതം ഓഫ് ദി സീ അതുപോലെ കടലിൻ്റെ താളത്തിലൂടെ, പിന്നെയോ ദ ഫെയിനൻസ് ഓഫ് ദി സ്റ്റാർസ് നക്ഷത്രങ്ങളുടെ ആ ഒരു മിന്നി തിളക്കത്തിലൂടെ, ഫ്രഷ്നെസ് ഓഫ് ദി മോർണിംഗ് പ്രഭാതങ്ങളിലെ ആ ഒരു പുതുമയിലൂടെ, ദ ഡ്യൂ ഡ്രോപ്പ് ഓൺ ദി ഫ്ലവേഴ്സിലല്ലേ പുഷ്പങ്ങളിലെ പൂക്കളിലെ ഡ്യൂ ഡ്രോപ്പിലെ മഞ്ഞുതുള്ളികളിലൂടെ ഒക്കെ എന്താണ് പ്രകൃതി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആര് പറയുന്നത്? പോയിട്ട് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. അപ്പോൾ എന്താണ് പ്രകൃതി നമ്മളോട് എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നല്ല രീതിക്ക് പാഠഭാഗം വായിച്ച് മനസ്സിലാക്കുക. ഈ ഒരു പോയൊക്കെ നന്നായിട്ട് പഠിക്കുക. അറിയാത്ത വേർഡ്സിൻ്റെയൊക്കെ മീനിങ്സ് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ കൂട്ടുകാരുടെ കൂടെ ഈ ഒരു പോയം നല്ല താളത്തിലൊക്കെ പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.